1974 മാർച്ച് മാസം ചൈനയിലെ ഒരു കൂട്ടം കർഷകർ ഷാങ്സി എന്നൊരു സ്ഥലത്ത് കിണർ കുഴിക്കുകയായിരുന്നു. കുഴിക്കുന്നതിനിടയിൽ ഒരു മൺപ്രതിമയുടെ ചില അവശിഷ്ടങ്ങൾ കിട്ടി. അവരെന്നറിഞ്ഞില്ല, ലോകത്തിലെ ഒരു പുരാവസ്തു ശേഖരത്തിലേക്കാണ് അവർ കുഴിച്ചു ചെല്ലുന്നത് എന്ന്. ക്രിസ്തുവിനു മുമ്പ് 221 ചൈന ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, ക്വിൻ ഷി ഹ്യുയാങ്. അദ്ദേഹത്തിന്റെ ശവകുടീരത്തിന് അരികിലായിരുന്നു അപൂർവമായ ഈ പുരാവസ്തു ശേഖരം. അവയെല്ലാം മൺപ്രതിമകളാണ്, മനുഷ്യരുടെ വലിപ്പമുള്ള കളിമൺ പ്രതിമകൾ. പിന്നീട് പുരാവസ്തു ഗവേഷകരെത്തി. അവരവിടെ ഏതാണ്ട് 600 ഇടങ്ങളിൽ ഉത്ഖനനങ്ങൾ നടത്തി. വരണ്ടു കിടക്കുന്ന ഭൂപ്രദേശമായതിനാൽ ശ്രമം കഠിനമായിരുന്നു. ആയിരക്കണക്കിന് ശില്പങ്ങൾ, അവയിൽ ഭടന്മാരുണ്ട്, കുതിരകളുണ്ട്, തേരുകളുണ്ട്. മാത്രമല്ല, ലോഹം കൊണ്ട് നിർമ്മിച്ച വാളുകൾ, ശൂലങ്ങൾ, അസ്ത്രങ്ങൾ എന്നിവയുടെ ശേഖരങ്ങളും കണ്ടുകിട്ടി. ക്വിൻ രാജവംശത്തിന്റെ രാജധാനിയുടെയും സംരക്ഷകരുടെയും പ്രതീകങ്ങൾ ആണിവ. ഓരോ മനുഷ്യപ്രതിമയും ഒന്നിനൊന്ന് വ്യത്യസ്തം, ഒന്നും ഒന്നുപോലെയല്ല. ടെറാക്കോട്ട വാറിയേഴ്സ് എന്നാണ് ഈ പുരാവസ്തു ശില്പങ്ങൾ അറിയപ്പെടുന്നത്. ഇതുവരെ 8000-ഓളം യോദ്ധാക്കളുടെ പ്രതിമകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ക്വിൻ ഷി ഹുയാങ് ചൈന കീഴടക്കിയത് 5 ലക്ഷത്തോളം വരുന്ന യോദ്ധാക്കളുമായിട്ടാണ്. ക്വിൻ രാജവംശത്തെക്കുറിച്ച് ഒട്ടേറെ അറിവുകൾ ഈ പുരാവസ്തു ശേഖരത്തിൽ നിന്നും ലഭിക്കുകയുണ്ടായി. ക്വിൻഷി എന്ന ചക്രവർത്തി വലിയൊരു പോരാളിയായിരുന്നു. അദ്ദേഹം പിടിച്ചടക്കുന്ന ഓരോ സ്ഥലത്തുള്ള രാജധാനികളുടെ മാതൃക തൻ്റെ തലസ്ഥാനമായ സിയാൻയാങ്ങിൽ അദ്ദേഹം പുനർനിർമ്മിച്ചിരുന്നു. അങ്ങനെ 270 കൊട്ടാരങ്ങളാണ് ചക്രവർത്തി നിർമ്മിച്ചത്. ഇതുകൂടാതെയാണ് അത്ഭുതകരമായ ശവകുടീരവും അംഗരക്ഷകരെയും രാജധാനിയും രാജ്യത്ത് അന്ന് നിലവിലുള്ള സകല സംവിധാനങ്ങളും ടെറാക്കോട്ടയിൽ നിർമ്മിച്ചത്. ഏകദേശം 7,20,000 തൊഴിലാളികളാണ് ഈ ശില്പനിർമ്മിതിക്കായി അന്ന് കഠിനാധ്വാനം ചെയ്തത്. കിൻഷിക്ക് കൂടുതൽ കാലം ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ ജ്ഞാനികൾ അതിനൊരു വിദ്യ പറഞ്ഞു കൊടുത്തു. ചൈനയുടെ കിഴക്കു ഭാഗത്തുള്ള കടലിൽ മരണമില്ലാത്തവരുടെ ദ്വീപുണ്ട്. അവിടെ ചില മാന്ത്രിക പച്ചമരുന്നുകളുണ്ട്. അതുപയോഗിച്ചാൽ മതി. പച്ചമരുന്നുകൾക്കായി ആയിരക്കണക്കിന് ചെറുപ്പക്കാരെയാണ് ചക്രവർത്തി പറഞ്ഞുവിട്ടത്. പക്ഷെ ആരും തിരിച്ചു വന്നില്ല. ഒടുവിൽ ചക്രവർത്തി തന്നെ പുറപ്പെട്ടു. ആ യാത്രയിൽ അദ്ദേഹത്തിന് മാരകമായ രോഗം പിടിപെട്ടു. അങ്ങനെ 49-ാമത്തെ വയസ്സിൽ ക്വിൻ ഷി ഹുയാങ് മരണത്തിന് കീഴടങ്ങി.